ഇനി പുത്തരിക്കണ്ടത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. കാരണം രണ്ടാമത്തെ കാരണം ഇതിലെ കോമ്പൻസേഷൻ ഇപ്പൊ 100 കോടി രൂപ കോമ്പൻസേഷൻ തീരുമാനിക്കാതെയാണ് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അതിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള മറ്റ് പല മുനിസിപ്പാലിറ്റികൾക്കും ഫൈൻ ഈടാക്കിയപ്പോൾ ഓരോ കേസിലും എന്തെല്ലാം തരത്തിലുള്ള പൊല്യൂഷൻ നടന്നു എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇത്ര രൂപ അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഓഫ് ഹാൻഡ് ആയിട്ടൊരു 100 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 20 കോടി ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ 100 കോടി രൂപ അടയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഡാമേജസ് നിർണ്ണയിക്കണം ആദ്യം, അതിനുശേഷമാണ് സാധാരണഗതിയിൽ കോമ്പൻസേഷനിലേക്ക് പോവുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കാരണം ഇതൊരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ കാരണങ്ങൾ പറയുകയാണ് കോർപ്പറേഷനെ സംബന്ധിച്ച്. മൂന്നാമത് ഇപ്പൊ തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്, ഡിവിഷൻ ബെഞ്ച്. ഈ കേസിൽ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്ക് വിധേയമായിരിക്കും എന്ന് ഒരു പാരയിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പൊ സ്വാഭാവികമായി 3 കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് നമ്മൾ തീർച്ചയായിട്ടും നിയമപരമായി നിയമവിദഗ്ധരുമായി ആലോചിച്ച് നമ്മൾ ഇതിന്റെ മേലെയുള്ള അപ്പീൽ ഫയൽ ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര മാധ്യമ ചർച്ച നടത്തുമ്പോഴും അതാണ് ഇപ്പൊ ഇന്ന് ഈ പത്രസമ്മേളനത്തിന്റെ ഗുണം. ചില വിവരങ്ങൾ പുറത്തു വരും എന്ന് ഞാൻ പറയാറില്ലേ. ഇപ്പോ NGTയുടെ ഉത്തരവ് 100 കോടി രൂപ കോർപ്പറേഷനെ സ്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഞാൻ കാലാകാലങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ NGT ഉത്തരവിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ദയവായി എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യം ജനങ്ങളെ അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി, ഞങ്ങൾ പ്ലാന്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വളരെ സുന്ദരമായ ഒരു പ്ലാന്റാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളവിടെ കൃഷി ചെയ്തു, ഞങ്ങളവിടെ നെല്ല് കൊയ്തു. ഈ മേയർ വന്നപ്പോൾ അരിവാളില്ലാതിരുന്നുകൊണ്ട് നെല്ല് കൊയ്യുന്നത് അവസാനിപ്പിച്ചതാണ് ഈ പറഞ്ഞ പ്രതിസന്ധിക്കൊക്കെ കാരണം. വാഴ വെട്ടാതിരുന്നതാണ് പ്രശ്നം, പുതിയ വാഴ വെക്കാതിരുന്നാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ ഇതിലെ പാരഗ്രാഫ് 5 നോക്കും. Report of the state PCB is that the grievance against unscientific management of solid waste was first raised as far back as in 2012 before Kerala High Court in writ petition case number 9700/2012, which was transferred to the NGT in 2013 and registered as OA number 442/2013. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ. 2012 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് പറയുകയും ഹൈക്കോടതി കേസെടുക്കുകയും ആ കേസിന്റെ മേലെ ആ കേസ് പിന്നീട് NGT വന്നപ്പോൾ NGTയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഞാനല്ല പറയുന്നത്. ഞാൻ പറയുമ്പോഴാണല്ലോ തർക്കം. ഇത് NGTയുടെ ഉത്തരവാണ്, പ്രിൻസിപ്പൽ ബെഞ്ചിന്റെ ഉത്തരവാണ്. നിങ്ങൾ അടുത്ത കാര്യം കേൾക്ക്. ദ സ്റ്റേറ്റ് PCB പാസ്റ്റ് ഓർഡർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില UDF സുഹൃത്തുക്കൾ ഞാനായിട്ടിരിക്കുന്ന ടെലിവിഷൻ ചർച്ചയിൽ വന്നിട്ട് മേയർ ഇപ്പോൾ ഒരു 14 കോടി രൂപയുടെ കാര്യം പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നല്ലേ പറഞ്ഞത്. ദേ നിങ്ങൾ വായിക്കും. ദ സ്റ്റേറ്റ് PCB പാസ്റ്റ് ഓർഡർ ഡേറ്റഡ് 13/1/2021. ഞാൻ മേയറായി വരുന്ന 28/12/2020. 12 ദിവസം കഴിഞ്ഞപ്പോ ഒരു ഉത്തരവാണ്. ആരുടെ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവാണ്. എന്ത്? ലെവിങ് എൻവയൺമെന്റൽ കോമ്പൻസേഷൻ, അത് തന്നെ ഇപ്പോഴും, ഓഫ് 14.9 crores against which the Kochi Municipal Corporation against Kochi Municipal Corporation for violation of statutory rules against which stay was granted by Kerala High Court on 9/3/2021 in writ petition case number 3478/2021. അപ്പൊ ഞാൻ പറഞ്ഞത് സാധൂകരിച്ചല്ലോ, ഇനി ആർക്കും തർക്കിക്കാനൊന്നുമില്ലല്ലോ. അപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് നടന്ന എൻവയൺമെന്റൽ വയലേഷൻസിന് PCB കൊടുത്ത ഫൈൻ നേരത്തെ പോയി, ഞാൻ വന്നതിന് ശേഷം പോയി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച കാര്യം ഈ ഉത്തരവിൽ ഈ പറഞ്ഞ പാരഗ്രാഫിൽ പ്രതിപാദിക്കുന്നുണ്ട്. 11ാമത്തെ പാരഗ്രാഫ് നിങ്ങൾ നോക്ക്. വയ ഓർഡർ ഡേറ്റഡ് 22/10/18 ഇൻ OA 533/208, 534/18, 538/5/18 the tribunal found failure of the authorities in the state of Kerala. എന്നിട്ട് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഈ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഞാൻ വിസ്താരഭയം കൊണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല. ഇൻസ്റ്റെഡ്
WPC number 36-20-4/18 was filed before the Kerala High Court and on giving assurance, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടേക്കാണ്, which was never complied. Interim order dated 9/11/18 was granted, which has continued till 13/3/2023 when stay has been vacated with following observations. എന്നിട്ട് ആ ഒബ്സർവേഷൻ ഉണ്ട്, അതായത് ഈ കത്ത് പിടിച്ചതിന് ശേഷം ലിഫ്റ്റ് ചെയ്തു. അതെന്താണ്? ശ്രീമതി സൗമിനി ജെയിൻ മേയർ ആയിരിക്കുമ്പോൾ 36-204/18 എന്ന് പറയുന്ന കേസിൽ 9/11/2018 പോയി ഹൈക്കോടതിയിൽ നിന്നും ഇന്ററിം ഓർഡർ വാങ്ങിയിട്ടാണ് ഈ ഫൈനിൽ നിന്നും ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഫൈനിൽ നിന്നും നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ രക്ഷപ്പെട്ടത്. എന്തായിരുന്നു അറിയോ? ഞാൻ പിന്നെ ഇതിൽ വച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പറഞ്ഞതിരുന്നത് 2 കോടി രൂപ ഫൈൻ പ്ലസ് 6 മാസത്തിനകം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ എല്ലാ ദിവസവും 2 ലക്ഷം രൂപ വെച്ച് ഫൈൻ. ആ സ്റ്റേ ആണ് ഇപ്പൊ ലിഫ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി. അപ്പൊ ഇത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വന്ന് 1 കൊല്ലത്തിനകത്ത് തുടങ്ങി 1 കൊല്ലത്തിനകത്ത് അവസാനിച്ച കാര്യങ്ങളല്ല എന്ന് ആളുകൾക്ക് മുഴുവൻ വ്യക്തമാകുന്ന ഉത്തരവാണ് ഞാനിപ്പോ ഈ NGTയുടെ ഉത്തരവിൽ നിന്ന് വായിക്കുന്നത്. നിങ്ങൾ അടുത്ത കാര്യം നോക്ക്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രകോപിതമായി NGT മാറിയതെന്ന് അവർ തന്നെ വിശദീകരിക്കുകയാണ്. പാരഗ്രാഫ് 12 പറയുന്നുണ്ട്, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, അതാരാണ്? ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള. അദ്ദേഹം 60/606/18 16/1/19 എന്നീ പറയുന്ന OA നമ്പറുകളിൽ അദ്ദേഹം ഈ ചെന്നൈ ബെഞ്ചിൽ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ 19 റിപ്പോർട്ടാണ് ഈ പറയുന്നത്, 1 lakh liter collection capacity for the leachate is nearing complete. നമ്മുടെ ഉത്തരവാണ്. And the leach, it is doubtful whether leachate can be treated in an ordinary septage treatment plant as it contains heavy metals. ഒരു പാരഗ്രാഫ് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. രണ്ടാമത്തെ പാരഗ്രാഫ്, അല്ല അതിന്റെ ഏറ്റവും അവസാനം, the municipal corporation is still continuing unauthorized operations. Work is yet to start for biomining. Compensation has been assessed but not recovered. എന്താ റിക്കവർ ചെയ്യാതിരുന്നത്? ഹൈക്കോടതി സ്റ്റേ ആണ്. Has not recovered. Windrow composting plant is in a dilapidated condition. ക്ലിയർ അല്ലേ കേസ്? ഈ കഴിഞ്ഞ കൗൺസിൽ കാലത്തെ AV രാമകൃഷ്ണപിള്ള സാറിന്റെ വാചകങ്ങളല്ലേ? ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് ഇതെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് സ്വാഭാവികമായും സത്യം പുറത്തു വരുന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ഇനി നമ്മൾ വന്നതിനെ തുടർന്ന് മാർച്ച് മാസത്തിൽ, അത് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടല്ലോ, അത് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴാണ് ആളുകൾ ഇത്തിരി സമാധാനം ചെയ്തത്. കാരണം മഞ്ഞു മലകൾ പോലെ കിടക്കുന്നതിന്റെ ഫോട്ടോ അന്ന് എടുത്തതും നിങ്ങൾ വന്ന് കണ്ടതും ഈ പറഞ്ഞ ഈ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, on an inspection of the dumping yard at Brahmapuram in Ernakulam district on 3/3/2021 എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് കൃത്യം 3ാമത്തെ മാസം, it was found that the waste materials at the yard was not in the segregated form. അപ്പോൾ സ്വാഭാവികമായും ഈ സിസ്റ്റം, നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം, ആ സിസ്റ്റമാണ് സത്യത്തിൽ NGTയെ പ്രകോപിപ്പിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇനി നിങ്ങൾക്ക് ഓരോന്ന് NGTയുടെ ഓർഡർ പ്രിൻസിപ്പൽ ബെഞ്ച് ന്യൂഡൽഹി, അതില് പറയുന്നുണ്ട്, the Kochi Municipal Corporation shall also undertake treatment of legacy waste at the present site, that is Brahmapuram, which shall commence forthwith. ഇപ്പൊ തുടങ്ങണം ഏത് ബ്രഹ്മപുരത്തെ ലെഗസി വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്, and shall be carried out in accordance with the procedure laid down under the solid waste management rules. For the inordinate delay, cost in taking up the work, we impose a penalty of ₹1 crore upon the Kochi Municipal Corporation.